ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയാണ്, വേറൊന്നുമല്ല, മൈക്രോഗ്രീൻ മുഖേന നമ്മുടെ വീട്ടിൽ തന്നെ മുളപ്പിച്ച ചെറുപയർ അല്ലെങ്കിൽ വൻപയറിൻ്റെയൊക്കെ ഇലകളും തണ്ടും എടുത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 8 മണിക്കൂറോളം അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഇതേപോലത്തെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി, പരന്ന പാത്രത്തിൽ മാറ്റുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ അങ്ങനെ ഇടുന്നത് നന്നായിരിക്കും. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു. ശേഷം അടുത്തൊരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചത് മൂടി വയ്ക്കുക. രാവിലെയും വൈകിട്ടും വെള്ളം ചീറ്റിച്ച് കൊടുക്കണം. അധികം വെള്ളമായി പോകരുത്. അധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും. ഇതിപ്പോൾ ഒരു 3 ദിവസം പ്രായമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ 7 ദിവസം പ്രായത്തിൽ ഞാനിത് വെട്ടിയെടുത്തതാണ്. ഒരു പ്രാവശ്യം നമുക്ക് കറിക്കുള്ളത് എന്തായാലും കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ വൻപയറും ഉണ്ട് ചെറുപയറും ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഒരുവിധം വലിപ്പത്തിൽ നമുക്കത് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചെടുക്കണം. അതെന്ന് വെച്ചാൽ ഈ മുട്ടയും വെച്ചാണ് ഈ കറി ഉണ്ടാക്കിയത് കേട്ടോ. ഇനി മുട്ട ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതായാലും ചേർത്താൽ മതി. അപ്പോൾ മുട്ട പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു സവാള, ഇതെല്ലാം ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർ കടുക് പൊട്ടിക്കുന്നവർ ഇഷ്ടമാണെങ്കിൽ കടുക് പൊട്ടിക്കുക കേട്ടോ. ഞാനിവിടെ കടുക് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ കടുക് പൊട്ടിക്കാഞ്ഞത്. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന ഇലകളും തണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ നന്നായിട്ടല്ല കേട്ടോ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത്, ഒരു വലിപ്പത്തിൽ തന്നെ അരിഞ്ഞ് ചേർച്ചത്. ഇനി നമുക്കിത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് മതി കേട്ടോ. കറക്റ്റ് 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വിഷരഹിതമായിട്ടുള്ളൊരു പച്ചക്കറി ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ നമുക്കൊരു ഇലക്കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണം നമ്മൾ മുളക് ചേർക്കാനായിട്ട്, മുളക് പൊടിയായിട്ട് ചേർക്കാനായിട്ട്. ഞാൻ ഇവിടെ ഒരു മുളകേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പച്ചമുളകേ ചേർത്തിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്തത്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി എല്ലായിടത്തേക്കും ആക്കി നീക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് നമ്മുടെ മുട്ട പതപ്പിച്ച് വെച്ചത് അതൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ ഓയിലും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇറ്റിച്ചു കൊടുത്തിച്ചത് നേരത്തെ. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മുടെ മുട്ട പതപ്പിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് തീരൽപ്പം കൂട്ടി വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മുട്ട പതച്ചത് എല്ലായിടത്തേക്കും ആകാൻ വേണ്ടി ഒന്ന് പാൻ എടുത്തൊന്ന് ചുറ്റിക്കുകയും കൂടി ശ്രദ്ധിക്കുക. ഒരുവിധം നന്നായിട്ട് അടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചിക്കി കൊടുക്കാം. ചിക്കി മീൻസ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴേക്കും അധികം അങ്ങോട്ട് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ മുട്ട ചേർക്കണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരകിയതായാലും ചേർത്ത് കേട്ടോ. ശേഷം തീരൽപ്പം കുറച്ച ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഇലക്കറി റെഡിയാവും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇലക്കറി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.